അപ്പോൾ നോക്കാം ദി വേവ് ഫംഗ്ഷൻ ഫോർ എ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെൽ ഈസ് ഗിവൺ ബൈ, അതായത് നമ്മുടെ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലിൽ ഉള്ള ഫൈ ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ √2 ഡിവൈഡഡ് ബൈ എ സൈൻ ഓഫ് n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത്. അത് നമുക്ക് സ്റ്റോണിച്ചറി ഇക്വേഷനൊക്കെ സോൾവ് ചെയ്ത് കിട്ടണതാണ്. നമുക്ക് തന്നിട്ടുള്ളത് വെൻ ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഇത്രയാണ്, കോസ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ആണ്. അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ ചേഞ്ച് എനർജിയിലുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എത്രയാണ് ശരിക്കും ഇത് വരിക 0 ആണ്. കാരണം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ഇതൊക്കെ വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സൈൻ എക്സ് സൈൻ n പൈ 1 അങ്ങനെയൊക്കെ വരും. അതായത് നമ്മൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ n പൈ 0 ആവില്ലേ. അത് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സൈൻ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, √2 ഡിവൈഡഡ് ബൈ ഇത്രയാണ്. അതുപോലെ തന്നെ വി ഓഫ് എക്സിൻ്റെ വാല്യൂ കോസ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ആണ്. നമ്മളോട് എനർജിയാണ് കണ്ടുപിടിക്കുന്നത്, ഫസ്റ്റ് ഓർഡർ എനർജിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് കിട്ടാം, E of 1 ഈസ് ഈക്വൽ ടു എവിടെ നിന്നിട്ട് എവിടെ വരെയാണ് നമ്മൾ ഇൻ്റർവെൽ തന്നിരിക്കുന്നത്, 0 to a വരെയാണ് നമ്മുടെ ഇൻ്റർവെൽ തന്നിരിക്കുന്നത്. 0 to a വരെ √2 ഡിവൈഡഡ് ബൈ എ സൈൻ n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇനി നമ്മുടെ വി എത്രയാ, കോസ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇത് സൈ സ്റ്റാർ ആണ്, മീൻസ് ഒന്നുമില്ല, നമുക്ക് ഇമാജിനറി പാർട്ടി ഒന്നുമില്ല, മാറ്റാൻ വേണ്ടി വീണ്ടും സൈ 2 ഡിവൈഡഡ് ബൈ എ √2 ഡിവൈഡഡ് ബൈ എ സൈൻ ഓഫ് n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ഓഫ് ഡി എക്സ് അങ്ങനെ കിട്ടി. അപ്പോൾ പിന്നെ നമുക്ക് രണ്ടുപേരും പുറത്താക്കാം. അപ്പോൾ എന്തായിരിക്കും, 2 ഡിവൈഡഡ് ബൈ എ 0 to a സൈ n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ, രണ്ടാൾക്കാരുണ്ട്, സ്ക്വയർ ഉണ്ട്, കോസ് ഓഫ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ഓഫ് ഡി എക്സ് എന്ന് കിട്ടി. ഇവനെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചത് ഇക്വേഷനായിട്ട് ഓർമ്മയില്ലേ, തോന്നുന്നില്ലേ, സൈൻ എക്സ് വൈ എന്തിൻ്റെ ഉത്തരം, സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് വൈ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഈ 2 നമുക്ക് ഉള്ളിക്കെടുക്കാം. 1 ഡിവൈഡഡ് ബൈ എ 0 to a സൈൻ n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇവിടെ നമ്മൾ ഉള്ളിലെടുത്തു എന്താ, സൈനോ n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ കോസ് ഓഫ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എ അല്ലേ, കിട്ടി. ഇനി എന്താ, 1 ഡിവൈഡഡ് ബൈ എ 0 to a സൈൻ ഓഫ് n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അതായത് സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് എഴുതാൻ പറ്റും. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഇവൻ എക്സ് ഇത് വൈ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ എന്തായിരിക്കും, n പൈ എക്സ് പ്ലസ് പൈ എക്സ് ഡിവൈഡഡ് ബൈ എ സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ. അപ്പോൾ നമുക്ക് എന്താക്കാം, 1 ഡിവൈഡഡ് ബൈ എ 0 to a സൈൻ ഓഫ് n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇവിടെ നമുക്ക് എന്ത് പുറത്തെടുക്കാം, നമുക്ക് വേണമെങ്കിൽ എക്സിനെ പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടേക്കും. ഇവനെ നോക്ക്, ഇതെന്ത് പോലെയാ, സൈൻ എ സൈൻ ബി പോലെയൊക്കെ എടുക്കണത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു 2 ഇട്ട് കൊടുത്തു, 1/2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു ഒരാളെ കിട്ടും. ഏതാ, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഒരാളാ. എന്താ കിട്ടാം, സൈൻ
നമുക്ക് കുറച്ച് ആൾക്കാരെ അറിഞ്ഞിരിക്കണം. സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ടു സൈൻ എക്സ് കോസ് വൈ ആണ്. അതുപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ടു കോസ് എക്സ് സൈൻ വൈ ആണ്. കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ടു കോസ് എക്സ് കോസ് വൈ ആണ്. അതുപോലെ നമുക്ക് ഒരാളറിയാം, കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ടു സൈൻ എക്സ് സൈൻ വൈ ആണ്. ഇവനാണ് ഇപ്പം നമുക്ക് വേണ്ടത് അല്ലേ. നമുക്ക് എന്താ വന്നിരിക്കണം, നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1/2 കൊണ്ട് പുറത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവന് ഉള്ളിൽ കടത്തുമ്പോൾ നമുക്ക് ഈ മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടാം, 2 ഓഫ് സൈൻ എക്സ് സൈൻ വൈ ഇസ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് വൈ മൈനസ് ഓഫ് കോസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫോർമുലയിൽ നമ്മൾ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കാരണം എന്താ, നമ്മൾ ത്രൂ ഔട്ട് ഇവനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടാ. അങ്ങനെ കോസ് എക്സ് മൈനസ് വൈ കോസ് എക്സ് മൈനസ് വൈ മൈനസ് ഓഫ് കോസ് എക്സ് പ്ലസ് വൈ. ഇത് രണ്ടുപേരും കൂട്ടാം. എന്തായിരിക്കും, അതുപോലെ തന്നെ അടുത്ത ടേമിന് നമ്മളിതുപോലെ നമ്മുടെ അടുത്ത ടേമിന് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും. എൻ പൈ എക്സ് എ ഇവിടെ ഉണ്ട്, എൻ പൈ എക്സ് എ. അപ്പോൾ ഇവ രണ്ടുപേരും ക്യാൻസലായിപ്പോയി. ബാക്കി എന്താ വരിക, കോസ് മൈനസ് ഓഫ് പൈ എ എക്സ് വരും. അപ്പോൾ നമുക്കത് എഴുതാം. കോസ് മൈനസ് ഓഫ് പൈ എ ബൈ എക്സ്. നമുക്കറിയാം കോസ് മൈനസ് ഓഫ് എക്സ് എത്രയാണ്, കോസ് എക്സ് തന്നെയാണ്. അത് അവിടെ ഇരിക്കട്ടെ. അത് അടുത്ത ആളെ നോക്കാം. ഇവിടെ എത്രയാണ്, എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. അപ്പോൾ എന്തായിരിക്കും, ടു ടൈം ആയിരിക്കും. 2 ടൈം എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എ. ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ആരോടി ഉണ്ട്, പൈ എ എക്സ് കൂടി ഉണ്ട്. അതുകൂടി എഴുതാം. ഇവിടെ ഉണ്ട് കേട്ടോ എക്സ്. അടുത്തത് ആരാ, അപ്പോൾ ഇവനും കഴിഞ്ഞു. ഇവിടെ എന്താ 2 പൈ എക്സ് ബൈ ഓക്കെ. അടുത്ത് ഇവനെ നോക്കാം. ഇവനും ക്യാൻസലായി പോയി. ബാക്കിയുള്ളത് എത്ര, പ്ലസ് ഓഫ് കോസ് നോക്കാം. ഇവനും പോയി. ഇവിടെ മൈനസ് ഓഫ് എൻ പൈ എ എക്സ് ഇവനും പോയി. ഇനി നെഗറ്റീവ് എന്തായി, പോസിറ്റീവ് പൈ ബൈ എ എക്സ് പ്ലസ്. അടുത്തത് നമ്മൾ നോക്കാം. അടുത്തെന്തായിരിക്കും,
ഇവനും നമ്മൾ കൂട്ടി. അപ്പോൾ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എയും എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എയും കൂടുമ്പോൾ എന്തായിരിക്കും 2n പൈ എക്സ് ഡിവൈഡഡ് ബൈ എ ആയിരിക്കും. ഇനി എന്തുവാ ഇവിടെ ഉള്ളത്? ബാക്കി ഇവ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും? പൈ എ എക്സ് ആയിരിക്കില്ലേ? കൂടെ വരാം. ഇവനാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള അവസാനത്തെ ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഒരു കാര്യം നമുക്ക് നന്നായി നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എന്താ? ഇവിടെ കോസ് ഓഫ് നെഗറ്റീവ് ഓഫ് എക്സ് കോസ് എക്സാണ്. അതായത് കോസ് മൈനസ് പൈ ബൈ എ എക്സ് എന്ന് വെച്ചാൽ കോസ് ഓഫ് പൈ ബൈ എ എക്സ് തന്നെ. അപ്പോൾ ഇവനും കൂടുമ്പോൾ എത്രയായിരിക്കും? 2 ടൈം ആയിരിക്കും ഇല്ലേ? അതുപോലെ ഇവനും കൂട്ടുമ്പോൾ എത്രയായിരിക്കും? 2 ടൈം ആയിരിക്കും. ഇനി അറിയാം ഇൻ്റഗ്രൽ ഓഫ് കോസ് എത്രയായിരിക്കും? സൈൻ ആയിരിക്കും. അപ്പോൾ വേണമെങ്കിൽ 2 പുറത്തെടുക്കാം. നമ്മുടെ കോഎഫിഷ്യൻ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതെന്തായിരിക്കും? സൈൻ അല്ലേ? കോസ് ആകുമ്പോൾ സൈൻ അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് സൈൻ എക്സാ. ഇനി നോക്കാം. നമ്മളിവിടെ എ ഇട്ട് കൊടുത്തു. ഇവിടെയും നമ്മൾ എക്സിന് നമ്മൾ എ ഇട്ട് കൊടുത്തു ഇവിടെയും. അപ്പോൾ പൈ ടൈമാണ് വന്നിരിക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താ? ഇതൊരു കോൺസ്റ്റൻറ്റാണ്. നമുക്ക് വന്നിരിക്കുന്നത് ഒരു കോൺസ്റ്റൻറ്റാണ്. അപ്പോൾ ഇത് പൈ ബൈ 2 ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ എ ഡിവൈഡഡ് ബൈ എ വരും. അത് ക്യാൻസലായിട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ ഒരു ആയിട്ട് കൊടുത്ത് എ ഡിവൈഡ് ബൈ എ ക്യാൻസലായിട്ട് പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സൈൻ ഓഫ് പൈ മൈനസ് സൈൻ ഓഫ് 2n പൈ പ്ലസ് പൈ. സൈൻ ഇപ്പോൾ ഇവിടെ ഏത് വാല്യൂ ഇൻ്റഗ്രൽ 1 2 3 ഇട്ട് കൊടുത്താലും ഇത് ഈവൺ തന്നെ ആവുള്ളൂ അല്ലേ? അപ്പോൾ 2 പൈ 3 പൈ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സൈൻ എനി പൈ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് 0 കിട്ടി.